ഹൈ ഓൾ, എല്ലാവർക്കും ജയലൻ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ JCIക്കും അല്ലേ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ JCIക്കും, അതുപോലെ KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും, ഈവൻ CSEBക്കും എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എന്താണ്? അപ്പീല് റിവിഷൻ റിവ്യൂ. നമ്മൾ ട്രിബ്യൂണലിന്റെ കാര്യമാണ്. നമുക്ക് ഇതിലെല്ലാം എസ്പെഷ്യലി നിങ്ങൾ ഓർക്കുക, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കും അതുപോലെ തന്നെ എന്താണ് KS കാർഡ് അസിസ്റ്റന്റിന്റെയും അവരുടെ സിലബസിൽ എടുത്ത് പറയുന്ന ഭാഗമാണിത്. പ്രോപ്പറായിട്ട് സിലബസിൽ പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ കേരള PSC കണ്ടക്ട് ചെയ്തിരുന്ന കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ എന്താണ് ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണല്ലേ. നോക്കിയേ, ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 81 മുതൽ സെക്ഷൻ 87 വരെയാണ് കേട്ടോ. വളരെ പ്രധാനം മനസ്സിലാക്കുക. സെക്ഷൻ 81 മുതൽ 87 വരെ, സെക്ഷൻ 81 മുതൽ 87 വരെ. അപ്പം ഇവിടെ ഓരോ സെക്ഷൻസും വളരെ പ്രധാനപ്പെട്ടാണ്, മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതിൽ ഒന്നാമത് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 81 ആണ് കേട്ടോ. സെക്ഷൻ 81 ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 69 പ്രകാരം ഈ തർക്കങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? സെക്ഷൻ 69 ഒക്കെ പ്രകാരം എന്താണ്, ഡിസ്പ്യൂട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 70 പ്രകാരമുള്ള അവാർഡ് അല്ലെ, സെക്ഷൻ 70 പ്രകാരമാണ് അതിന്മേൽ വിധി പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 69, സെക്ഷൻ 70 പ്രകാരമൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ സെക്ഷൻ 70 പ്രകാരം ഒരു വിധി വന്നാൽ, സെക്ഷൻ 70 പ്രകാരം ഒരു വിധി വന്നാൽ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ നമ്മൾ കാണുന്നതാണ് അല്ലേ, എന്താണ്, ആ മേൽക്കോടതിയിലേക്ക് പോവാം. ഒരു കോടതിയിൽ നിന്ന് ഒരു വിധി വരുമ്പോൾ അതിനെതിരെ മേൽക്കോടതിയിലേക്ക് നമ്മൾ അപ്പീലുമായിട്ട് പോകുന്ന സംഭവം ഉണ്ടല്ലോ, ആ സെയിം സംഭവമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. സെക്ഷൻ 70 പ്രകാരം ഒരു വിധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിധിക്കെതിരെ എന്ത് ചെയ്യും? അപ്പീല് പോകും. ആരുടെ അടുത്താണ് അപ്പീല് പോകുക എന്ന് ചോദിച്ചാൽ ആ ട്രിബ്യൂണലിന്റെ അടുത്താണ് നമ്മൾ അപ്പീലിന് പോകുന്നത് കേട്ടോ. അപ്പൊ സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ട്രിബ്യൂണലിനെ ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് മസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ. ഇപ്പൊ ഗവൺമെന്റ് ആണ് ഇവിടെ ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. മനസ്സിലാക്കണം, ട്രിബ്യൂണൽ സിംഗിൾ മെമ്പർ ആയിരിക്കണം കേട്ടോ. ഒറ്റ ഒരാളേ ഉള്ളൂ, സിംഗിൾ മെമ്പർ ആയിരിക്കണം ട്രിബ്യൂണൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഗവൺമെന്റ് സെക്ഷൻ 81 പ്രകാരമാണ് ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ട്രിബ്യൂണൽ ഒരു സിംഗിൾ മെമ്പർ ആണ്, ഒറ്റ ഒരാളെ ഉള്ളായിരിക്കും ട്രിബ്യൂണൽ കേട്ടോ. മനസ്സിലാക്കണേ. ഇനിയും പറയുന്നുണ്ട്, ഈ ട്രിബ്യൂണലായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ മെമ്പറിന് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ചുമ്മാ കാണുന്നവനെ പിടിച്ചൊന്നും എന്താണ് ആ ട്രിബ്യൂണലായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. പറയുന്നുണ്ട്, എ പേഴ്സൺ മസ്റ്റ് ബി ഓർ ഹാവ് ബീൻ ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദ സ്റ്റേറ്റ് ടു ക്വാളിഫൈ ഫോർ അപ്പോയിന്റ്മെന്റ്. അതായത് ജില്ലാ ജഡ്ജി റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം. ഓക്കെ, അതായത് ജില്ലാ ജഡ്ജി റാങ്ക് പോസ്റ്റ് ഹോൾഡ് ചെയ്തതോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതോ ആയ വ്യക്തിയെ മാത്രമേ നമുക്ക് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ? ട്രിബ്യൂണലായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആരെയാണ് ഞാൻ പറഞ്ഞത്? ആ ജില്ലാ ജഡ്ജി റാങ്ക് അല്ലെ, ഡിസ്ട്രിക്ട് ജഡ്ജ്, ജില്ലാ ജഡ്ജി റാങ്കിലുള്ള വ്യക്തി, അതാണ് യോഗ്യതയായിട്ട് പറയുക. ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക, സിംഗിൾ മെമ്പർ ആയിരിക്കും, ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുക, ജില്ലാ ജഡ്ജി റാങ്കിലുള്ള വ്യക്തി ആയിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട്, ഓക്കെ, ദ ഗവൺമെന്റ് ഡിസൈഡ്സ് ദ ടേം, സാലറി, അലവൻസസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ മെമ്പർ പീരിയോഡിക്കലി. അപ്പം ഈ ട്രിബ്യൂണലായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയുടെ കാലാവധി, എത്ര നാളത്തേക്കാണ് ആ വ്യക്തി അപ്പോയിന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ശമ്പളം, അദ്ദേഹത്തിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ സർവീസുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടീഷൻസ് ഒക്കെ എന്താണെന്ന് ആര് തീരുമാനിക്കും? ഗവൺമെന്റ് തീരുമാനിക്കും. ഓക്കെ, ഗവൺമെന്റ് ആയിരിക്കും എന്ത് തീരുമാനിക്കുക? ട്രിബ്യൂണലായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയിലെ ട്രിബ്യൂണലിന്റെ ശമ്പളം, എത്ര വർഷത്തേക്കാണ് അല്ലെ കാലാവധി, അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ സർവീസുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടീഷൻസുകൾ, പിന്നെ ആനുകൂല്യങ്ങളൊക്കെ എന്താണെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുമെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത്, ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് റൂൾസ് ടു റെഗുലേറ്റ് ദ ട്രിബ്യൂണൽസ് പ്രൊസീജിയർ ആൻഡ് ദ ഡിസ്പോസൽ ഓഫ് ഇറ്റ്സ് ബിസിനസ്. അപ്പൊ എങ്ങനെയാണ് ട്രിബ്യൂണൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്?
അല്ലെ? ട്രിബ്യൂണൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാനെന്നുള്ള കാര്യങ്ങൾ, അതായത് എന്ത് നടപടിക്രമങ്ങളാണ്, അല്ലെ പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് ട്രിബ്യൂണൽ അവിടെ കേസും മറ്റു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ ഗവൺമെന്റ് എങ്ങനെ പറയുന്നുണ്ട്. ഗവൺമെന്റ് അതൊക്കെയായി ബന്ധപ്പെട്ട ചട്ടം പാസ്സാക്കണം എന്നാണ് പറയുക കേട്ടോ. ചട്ടം ഫ്രെയിം ചെയ്യണം. ദ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് റൂൾസ്, അല്ലെ? അതായത് റൂൾസ് ഗവൺമെന്റ് മേക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ടു റെഗുലേറ്റ് ദ ട്രിബ്യൂണൽസ് പ്രൊസീജിയർ ആൻഡ് ദ ഡിസ്പോസൽ ഓഫ് ഇറ്റ്സ് ബിസിനസ്. അപ്പൊ ട്രിബ്യൂണൽ എങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാനെന്നൊക്കെയുള്ള ആ ഒരു എന്താ പറയുക പ്രൊസീജിയർ എന്തായിരിക്കണം എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഗവൺമെന്റ് വേണം എന്ത് ചെയ്യാൻ, ഫ്രെയിം ചെയ്യാൻ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇപ്പൊ സെക്ഷൻ 81 പഠിച്ചതിനെ കുറിച്ചാണ്, ട്രിബ്യൂണലിനെ കുറിച്ചാണ്. സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആയിരിക്കും, ജില്ലാ ജഡ്ജി റാങ്കുള്ള വ്യക്തിയായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. സെക്ഷൻ 81 പ്രകാരമാണ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ട്രിബ്യൂണൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുക, ദാറ്റ് മീൻസ് എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ, ട്രിബ്യൂണലിൽ എങ്ങനെയാണ് നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അവിടെ ആ റൂൾസിലൂടെ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രിബ്യൂണലിന്റെ ശമ്പളം, എത്ര വർഷത്തേക്കാണ് അപ്പോയിന്റ്, കാലാവധി അല്ലെ, എത്ര വർഷത്തേക്കാണ് ട്രിബ്യൂണൽ അപ്പോയിന്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആര് തീരുമാനിക്കുന്ന പറയാ, ഗവൺമെന്റ് തീരുമാനിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ സെക്ഷൻ 81A പറയാണ് പ്രൊസീഡിങ്സ് പ്രൊവിഷൻസ് ആസ് ടു സർട്ടൻ പെൻഡിങ് ട്രാൻസ്ഫർ ഓഫ് പെൻഡിങ് കേസസ്. അതായത് എവറി പ്രൊസീഡിങ്സ് ദാറ്റ് വാസ് പെൻഡിങ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ടു ആൻഡ് ഡിസൈഡ് ബൈ ദ ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ട്രിബ്യൂണൽ. ഇത് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ ആണ്. അത്രയും എന്താണെന്ന് ചോദിച്ചാൽ ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട്, ട്രിബ്യൂണലിനെ ഈ നിയമപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കേസുകളുണ്ടല്ലോ. അതായത് ഇപ്പൊ നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ പോകുന്ന കാര്യങ്ങൾ അത് ട്രിബ്യൂണൽ വരുന്നതിന് മുൻപ് നിലവിൽ എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ട്രിബ്യൂണലിന്റെ മുൻപാകെ നമ്മൾ പോകുന്ന അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് ട്രിബ്യൂണലിന്റെ മുൻപാകെ പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പീൽ വിധിക്കെതിരെയൊക്കെയുള്ള സെക്ഷൻ 70 പ്രകാരമുള്ള വിധിക്കെതിരെയുള്ള അപ്പീലും കൊണ്ടാണ് നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ സാധാരണയായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ്, ട്രിബ്യൂണൽ വരുന്നതിന് മുൻപ് അപ്പീലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് പെൻഡിങ് ആയിട്ട് കിടന്ന അപ്പീൽസുകൾ ട്രിബ്യൂണലിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് മുൻപ് പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും അപ്പീൽസുകൾ കിടപ്പുണ്ടായിരുന്നെങ്കിൽ അത് ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ട്രിബ്യൂണലിലേക്ക് കൈമാറി കൊടുക്കണം എന്നാണ് പറയുന്നത്. എവറി പ്രൊസീഡിങ്സ് ദാറ്റ് വാസ് പെൻഡിങ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്, അതായത് ഈ ആക്ട് വരുന്നതിന് മുൻപ് എന്തെങ്കിലും പെൻഡിങ്സ് ആയിട്ട് കാര്യങ്ങൾ കിടപ്പുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും പെൻഡിങ്സ് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ട്രിബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറയുക. പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുള്ള ട്രിബ്യൂണലിലേക്ക് അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതായത് ഇപ്പൊ ഇതുമായി ഒരു കേസ് വരുന്നു, അത് ട്രിബ്യൂണലിൽ വരുന്നതിന് മുൻപ് നിലനിൽക്കുന്ന കേസാണ്. ട്രിബ്യൂണലിൽ വരുമ്പോൾ സാധാരണ അത് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, ട്രിബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും എന്നോർത്ത് വെച്ചേക്കുക. ഇനി പറഞ്ഞ എക്സംഷൻ ടു ട്രാൻസ്ഫർ പ്രൊസീഡിങ്സ് റിലേറ്റഡ് ടു ഓർഡേഴ്സ് പാസ്ഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 32 ആൻഡ് 33 ഓഫ് ദ ആക്ട് മസ്റ്റ് ബി സെൻഡ് ടു ദ ഗവൺമെന്റ് ഫോർ ദ ഡിസിഷൻ. അതായത് പറയുന്നുണ്ട് സെക്ഷൻ 32 പ്രകാരമുള്ള എന്താ പറയുക പ്രൊസീഡിങ്സ് റിലേറ്റഡ് ടു ഓർഡേഴ്സ് പാസ്ഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 32 എന്ന് പറയുന്നത് സൂപ്പർ സെഷൻ ആണ്. അതായത് ഇവിടെ പറയുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഇവിടെ ഇളവ് ലഭിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് സെക്ഷൻ 32 പ്രകാരവും സെക്ഷൻ 33 പ്രകാരമുള്ള രജിസ്ട്രാർ പാസ്സാക്കിയിട്ടുള്ള ഓർഡറുകളൊക്കെ ആരിലേക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്, അത് ഗവൺമെന്റിലേക്കായിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. Okay, proceedings related to orders passed by the registrar under section 32 and 33 of the act must be sent to the government for decision എന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് 32 പ്രകാരവും 33 പ്രകാരവും ഒക്കെ ഉള്ള ആ ഒരു ഓർഡറിനെതിരെ എവിടെയായിരിക്കും നമ്മൾ പോകേണ്ടത്, ഗവൺമെന്റിന്റെ മുൻപാകെയാണ് തീരുമാനത്തിന് വേണ്ടി പോകേണ്ടത് അല്ലേ, ഗവൺമെന്റ് ഫോർ ദയർ ഡിസിഷൻ. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ മുൻപാകെയാണ് നമ്മൾ പോകേണ്ടതെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് എന്താണ് പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ, പ്രൊസീഡിങ്സ് ഇൻക്ലൂഡ്സ് എനി അപ്പീല്, റിവിഷന്, പെറ്റീഷൻ ഓർ ആപ്ലിക്കേഷൻ. അതായത് അപ്പീലോ റിവിഷനോ പെറ്റീഷനോ അല്ലെങ്കിൽ റിവ്യൂവിനുള്ള ആപ്ലിക്കേഷനെയൊക്കെയാണ് നമ്മളുടെ പ്രൊസീഡിങ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പൊ സെക്ഷൻ 32 പ്രകാരവും 33 പ്രകാരവും രജിസ്ട്രാർ ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിനെതിരെ അപ്പീലായിട്ട് എവിടെ പോകണം എന്ന് പറയുക, ആ ഗവൺമെന്റിന്റെ മുൻപാകെ പോകണം എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഗവൺമെന്റിന്റെ മുൻപാകെ വേണം അതിനെതിരെ അപ്പീലും കൊണ്ട് പോകാൻ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സെക്ഷൻ 81 എന്തായിരുന്നു, ട്രിബ്യൂണലാണ്. സെക്ഷൻ 82 എന്താണ്, അപ്പീൽ ടു ട്രിബ്യൂണലാണ് കേട്ടോ. സെക്ഷൻ 82 പറയുന്നു അപ്പീൽസ് ടു ട്രിബ്യൂണൽ, ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ പോകുന്നു. ഒന്നാമത് പറയാണ് നോക്കിയേ, എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ സർട്ടൺ ഡിസിഷൻ ഓർ അവാർഡ് മേ അപ്പീൽ ടു ദ ട്രിബ്യൂണൽ. നമുക്കറിയാം ഇപ്പൊ ഒരു വിധി വരുമ്പോഴേ, ഒരു വിധി അല്ലെങ്കിൽ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ഓർഡർ വരുമ്പോൾ അതില് ഒരാൾ ആ വിധിയിൽ സംതൃപ്തനായിരിക്കും. ഓക്കെ, പ്രതിഭാഗവും വാദിഭാഗവും ഉണ്ടായിരിക്കാം,
ഒരു വിധി വരുന്നു. വിധി വരുമ്പോൾ വിധി ആർക്ക് അനുകൂലമായിട്ടാണോ വരുന്നത് ആ വ്യക്തി ആ വിധിയിൽ സംതൃപ്തനായിരിക്കാം. ആർക്കെതിരെയാണോ വരുന്നത് ആ വ്യക്തി എന്താണ്? അതൃപ്തനായിരിക്കും അല്ലേ, അദ്ദേഹം തൃപ്തനല്ല. അപ്പം ഒരു വിധിയിൽ ഒരാൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് അതിനെതിരെ എന്തിനു പോകാം? അപ്പീലിന് പോകാം. ഇപ്പൊ സെക്ഷൻ 70 പ്രകാരം വന്നിട്ടുള്ള വിധിക്കെതിരെയുള്ള അപ്പീലുമാണ് നമ്മൾ സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? അപ്പീൽ ടു ട്രിബ്യൂണൽ. അപ്പൊ ഏതൊക്കെ വിധി അല്ലെങ്കിൽ ആരുടെ ഏതൊക്കെ വിധിക്കെതിരെയാണ് നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം പറയുന്നുണ്ട് an award of the cooperative arbitration court under section 70 subsection 1. അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ ഒരു വിധിക്കെതിരെ ഓർത്ത് വെച്ചേക്കുക, സെക്ഷൻ 70 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ അവാർഡിനെതിരെ അല്ലെങ്കിൽ വിധിക്കെതിരെ നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകും. എന്താ ഞാൻ പറഞ്ഞത്? an award of the cooperative arbitration court. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി അങ്ങനെ പറയാം. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ഏതു തരം കേസിലാണ് വിധി പ്രഖ്യാപിക്കുന്നത്? അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിന് മുൻപാകെ നമ്മൾ എന്ത് തരം കേസുകളാണ് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഏത് തരം കേസാണ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ തീരുമാനത്തിന് വേണ്ടി റെഫർ ചെയ്യുകയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഡിസ്പ്യൂട്ടുകൾ 2 തരമുണ്ട് അല്ലെ. ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങൾ എന്ന് പറയും. ഡിസ്പ്യൂട്ട് 2 തരമുണ്ട്. ഒന്ന് മോണിറ്ററി ഡിസ്പ്യൂട്ടും ഓർത്ത് വെച്ചേക്കുക. ഒരെണ്ണം എന്താണ്? നമുക്ക് ധനപരമായ തർക്കങ്ങൾ എന്ന് പറയാം. അതോടൊപ്പം തന്നെ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും ഉണ്ടായിരിക്കും. ഓർത്ത് വെച്ചേക്കുക, മോണിറ്ററി ഡിസ്പ്യൂട്ട് ഉണ്ടാകും, അതോടൊപ്പം തന്നെ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും ഉണ്ടാകും. മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ധനപരമായ തർക്കങ്ങൾ, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ധനപരമല്ലാത്ത തർക്കങ്ങൾ. ഇതിൽ ധനപരമായ തർക്കങ്ങൾ നമ്മൾ ആരുടെ മുൻപാകെയാണ് ഫയൽ ചെയ്യുക? രജിസ്ട്രാറിന്റെ മുൻപാകെയാണ് ധനപരമായ തർക്കങ്ങൾ നമ്മൾ ഫയൽ ചെയ്യുന്നത്. ആണല്ലോ ധനപരമായ തർക്കങ്ങൾ നമ്മൾ ഫയൽ ചെയ്യുന്നത് രജിസ്ട്രാറിന്റെ മുൻപാകെ. ധനപരമല്ലാത്ത തർക്കങ്ങൾ നമ്മൾ ഫയൽ ചെയ്യുന്നത് ആരുടെ മുൻപാകെയാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ ആയിരിക്കും. അപ്പം നമ്മൾ ഒരു ധനപരമല്ലാത്ത തർക്കം അല്ലെങ്കിൽ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ ഫയൽ ചെയ്തു സെക്ഷൻ 69 പ്രകാരം. സെക്ഷൻ 70 സബ്സെക്ഷൻ 1 പ്രകാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി നമ്മൾ നൽകിയിട്ടുള്ള ധനപരമല്ലാത്ത തർക്കത്തിന്മേൽ എന്ത് ചെയ്യുകയാണ്? ഒരു വിധി പ്രഖ്യാപിക്കുന്നു. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അങ്ങനെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി സെക്ഷൻ 70 സബ്സെക്ഷൻ 1 പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിധിക്കെതിരെ നമ്മൾ എവിടെയാണ് അപ്പീൽ പോകുക എന്ന് ചോദിച്ചാൽ അത് ട്രിബ്യൂണലിന്റെ മുൻപാകെ ആയിരിക്കും നമ്മൾ അപ്പീലിന് പോവുക. സെക്ഷൻ 82 പ്രകാരമായിരിക്കും നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകുക എന്നോർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? പിന്നെ ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇപ്പൊ ഇതിപ്പോ ഇല്ല, പക്ഷെ അത് നമ്മുടെ എന്താണ് സെക്ഷൻ അത് കളഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ ഇല്ല. സ്പെസിഫിക് ഓർഡേഴ്സ് മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 14B ഓർ സെക്ഷൻ 4 അത് പഠിക്കണ്ട കേട്ടോ, ഇതിന് വിട്ടേരെ. പിന്നെ അടുത്ത നമ്മൾ ഏത് കേസിനെതിരെയാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ വിധിക്കെതിരെ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകും. ഇനി നമ്മൾ പോകുന്ന എന്തിനെതിരെയാണ്? എനി ഡിസിഷൻ മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 70 സബ്സെക്ഷൻ 6. അതായത് ഒരു രജിസ്ട്രാറിന്റെ തീരുമാനത്തിനെതിരെ, രജിസ്ട്രാറിന് വിധി എന്നല്ല തീരുമാനം എന്നാ പറയുക അല്ലെ. രജിസ്ട്രാർ വിധി പ്രഖ്യാപിച്ചത് പറയത്തില്ല, തീരുമാനം എന്നേ പറയത്തുള്ളൂ. കോടതിയാണ് വിധി പ്രഖ്യാപിക്കുന്നത്. പറയാണ് എനി ഡിസിഷൻ മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 70 സബ്സെക്ഷൻ 6. സെക്ഷൻ 70 സബ്സെക്ഷൻ 6 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ ഒരു ഉത്തരവിനെതിരെ നമ്മൾ എവിടെയാണ് പോവുക? ട്രിബ്യൂണലിന്റെ മുൻപാകെ നമ്മൾ അപ്പീലിന് പോകും കേട്ടോ. ഓക്കെ. അപ്പൊ ആർബിട്രേഷൻ കോടതിയുടെ നോൺ മോണിറ്ററി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടിന്മേലുള്ള തീരുമാനത്തിനെതിരെ നമ്മൾ എവിടെ പോകും? ട്രിബ്യൂണലിന്റെ മുൻപാകെ പോകും. രണ്ടാമത് നമ്മൾ പറഞ്ഞു രജിസ്ട്രാറിന്റെ ധനപരമായ തർക്കത്തിന്മേലുള്ള തീരുമാനത്തിനെതിരെ നമ്മൾ എവിടെ പോകും? ആ ട്രിബ്യൂണലിന്റെ മുൻപാകെ നമ്മൾ അപ്പീലിന് പോകും. അടുത്തതാണ് മൂന്നാമത്തെയാണ് എനി ഡിസിഷൻ മെയ്ഡ് ബൈ എ പേഴ്സൺ ഇൻവെസ്റ്റഡ് വിത്ത് പവേഴ്സ് ബൈ ദ ഗവൺമെന്റ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? അതായത് മനസ്സിലാക്കി തരാം. ഓൾറെഡി നമ്മൾ തർക്കങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ, വിധിയൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയാണ്. നോൺ മോണിറ്ററി കേസ് ആണെങ്കിൽ നമ്മൾ എവിടെ പോകും മക്കളെ? ആ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ പോകും അല്ലെ. നോൺ മോണിറ്ററി കേസിൽ നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ പോകും. അവിടെ ആർബിട്രേഷൻ കോടതി മറ്റു ഓപ്ഷൻ ഒന്നുമില്ല. ആർബിട്രേഷൻ കോടതി എന്ത് ചെയ്യണം? അതിന്മേൽ വിധി പ്രഖ്യാപിക്കണം അല്ലെ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി അതിന്മേൽ വിധി പ്രഖ്യാപിക്കണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട്
മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ RCSന്റെ മുൻപാകെ കേസ് കൊണ്ട് പോകുമ്പോഴേ മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ രജിസ്ട്രാറിന്റെ മുൻപാകെ കേസും കൊണ്ട് പോകുമ്പോൾ രജിസ്ട്രാർ അവിടെ 3 ഓപ്ഷൻസുകളുണ്ട് കേട്ടോ. രജിസ്ട്രാറിന് അവിടെ 3 ഓപ്ഷനുകളുണ്ട്. ഒന്നാമത്തെ ഇത് ഓക്കെ, നമ്മളിപ്പോൾ രജിസ്ട്രാറിന്റെ മുൻപാകെ എന്ത് ചെയ്യുകയാണ്, ആ ഒരു കേസും കൊണ്ട് പോകുമ്പോൾ രജിസ്ട്രാറിന് 3 ഓപ്ഷനുകളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് രജിസ്ട്രാറിന് സ്വന്തമായിട്ട് തീരുമാനിക്കാം. ഓക്കെ, അതായത് രജിസ്ട്രാർ, ഇപ്പം ഞാൻ രജിസ്ട്രാറാണെന്ന് വിചാരിക്കുക, ഞാൻ രജിസ്ട്രാറാണ്. ഒരു ധനപരമായ തർക്കം എൻ്റെ മുൻപാകെ വരുന്നു, ഒരു കേസ് വരുന്നു. എൻ്റെ മുൻപിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ എനിക്ക് സ്വമേധയാ ഇതിന്മേൽ എന്ത് ചെയ്യാം, ഉത്തരവിറക്കാം. അതായത് ഞാൻ സ്വന്തമായിട്ട് കേസ് നോക്കി പഠിച്ച് അതിൽ ഡിസിഷൻ അല്ലേ എന്താണ് ആ ഉത്തരവിറക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതാണോ, ആദ്യത്തെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഈ രജിസ്ട്രാറിട്ടിരിക്കുന്നു, കേസ് വരുന്നു, ഞാൻ നോക്കുന്നു, ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു, ഉത്തരവ് പ്രഖ്യാപിക്കുന്നു, അല്ലെ തീരുമാനങ്ങൾ പറയുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ, എനിക്ക് മറ്റൊരാളെ ആർബിട്രേറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് രജിസ്ട്രാറിന്, ഓർത്ത് നോക്കുക, രജിസ്ട്രാർ എപ്പോഴും രജിസ്ട്രാറിന്റെ കീഴുദ്യോഗസ്ഥനെ ആയിരിക്കും എന്ത് ചെയ്യുക, ആർബിട്രേറ്റ് അപ്പോയിന്റ് ചെയ്യുക. രജിസ്ട്രാറിന്റെ അതേ റാങ്കിലുള്ള വ്യക്തിയെയോ അല്ലെങ്കിൽ രജിസ്ട്രാറിനേക്കാൾ ഉന്നത റാങ്കിലുള്ള വ്യക്തിയിലേക്കോ രജിസ്ട്രാറിന് കേസ് കൈമാറാൻ പറ്റത്തില്ല. ഞാൻ രജിസ്ട്രാർ അല്ല, ഞാൻ എൻ്റെ കീഴുദ്യോഗസ്ഥനെ, എൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറിനെ ഞാൻ ആർബിട്രേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഈ കേസ് അവനിലേക്ക് കൈമാറി കൊടുക്കുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ ഒരാളെ എൻ്റെ കീഴുദ്യോഗസ്ഥനോട് പറയാം, അല്ലെ അവനെ ഞാൻ ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്തിട്ട് ഈ കേസ്, കാരണം എനിക്ക് സമയമില്ലടാ, അതുകൊണ്ട് നീ ഈ കേസ് പഠിച്ച് വിധി പറയണം, അല്ലെങ്കിൽ തീരുമാനം പറയണം എന്നും പറഞ്ഞ് മറ്റൊരാൾക്ക് ഒരു ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയിലേക്ക് കേസ് കൈമാറി കൊടുക്കാം. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ധനപരമായ തർക്കം രജിസ്ട്രാറിന് വരുമ്പോൾ രജിസ്ട്രാർ ഒന്നുകിൽ സ്വമേധയാ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആർബിട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യാം. ഇനി ചില സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കേട്ടോ, ഗവൺമെന്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യും. അധികാരങ്ങൾ കൈമാറിക്കൊണ്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും, ചില വ്യക്തികളെ അപ്പോയിന്റ് ചെയ്യും. അപ്പം എനിക്ക് വേണമെങ്കിൽ ഈ കേസ്, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരാളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്, ആ വ്യക്തിയിലേക്ക് എനിക്ക് ഈ കേസ് കൈമാറി കൊടുക്കാം. 3 ഓപ്ഷൻസ്: സ്വമേധയാ ചെയ്യാം, ഒരു ആർബിട്രേറ്ററെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവനിലേക്ക് കേസ് കൈമാറി കൊടുക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിലേക്ക് ആരെയെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് എനിക്കിത് കൈമാറി കൊടുക്കാം. അങ്ങനെ 3 ഓപ്ഷൻസുകളാണ് എനിക്കുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, രജിസ്ട്രാർ എടുക്കുന്ന തീരുമാനം, ഞാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചാൽ അതിനെതിരെ സെക്ഷൻ 82 പ്രകാരം അപ്പീലിന് പോകാം. ഇനി ഞാൻ ഈ കേസ് എന്ത് ചെയ്യുകയാണ്, ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള, ഗവൺമെന്റ് അധികാരം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയിലേക്ക് ഞാനിത് കൈമാറി കൊടുക്കുന്നു. അവന്റെ വിധിക്കെതിരെയും എവിടെ തന്നെയാണ് പോവുക, സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെയാണ് അപ്പീലിന് പോവുക. അതാണ് പറയുക, എനി ഡിസിഷൻ, ഏതെങ്കിലും തീരുമാനം, എനി ഡിസിഷൻ മെയ്ഡ് ബൈ എ പേഴ്സൺ, അതായത് ഒരു വ്യക്തി എടുത്ത തീരുമാനം, ഓർത്ത് വെച്ചേക്കുക, ആ വ്യക്തി ആർ അപ്പോയിന്റ് ഇൻവെസ്റ്റഡ് വിത്ത് പവേഴ്സ് ബൈ ദ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 70 സബ്സെക്ഷൻ 6 എന്ന് പറയുക. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉത്തരവുകൾ, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ആർക്കെങ്കിലും അധികാരം കൊടുത്ത് ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാറിന് ആ വ്യക്തിയിലേക്ക് ഈ കേസ് കൈമാറി കൊടുക്കാം. അങ്ങനെ ആ വ്യക്തി, ഗവൺമെന്റ് അധികാരം കൊടുത്തിട്ടുള്ള വ്യക്തി എടുത്ത തീരുമാനത്തിനെതിരെയും സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകുന്നു. സെയിം സംഭവം തന്നെ വീണ്ടും പറയുകയാണ്, എനി അവാർഡ് ഓഫ് ദി ആർബിട്രേറ്റർ അണ്ടർ സെക്ഷൻ 70 സബ്സെക്ഷൻ 6. ദാറ്റ് മീൻസ് രജിസ്ട്രാർ ഒരു ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവനിലേക്ക് കേസ് കൈമാറി കൊടുക്കുന്നു. അങ്ങനെ ആ ആർബിട്രേറ്റർ എടുത്ത തീരുമാനത്തിനെതിരെ, ആർബിട്രേറ്റർ എടുത്ത തീരുമാനത്തിനെതിരെ ട്രിബ്യൂണലിന്റെ മുൻപാകെ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അപ്പീലുമായിട്ട് പോകേണ്ടത്. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ, ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കും. അതായത് സെക്ഷൻ 70 പ്രകാരമുള്ള വിധിക്കെതിരെ, സെക്ഷൻ 70 പ്രകാരമുള്ള വിധിക്കെതിരെ ആയിരിക്കും സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ നമ്മൾ അപ്പീലുമായിട്ട് പോകുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ ഒരു സമയപരിധി പറഞ്ഞു, ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴായിരിക്കണം ഈ അപ്പീൽ കൊടുക്കേണ്ടത്, അല്ലേ? നമ്മൾ എപ്പോൾ ആയിരിക്കണം ഈ അപ്പീൽ കൊടുക്കേണ്ടത് എന്നൊരു സമയപരിധി പറയുന്നുണ്ട്. അതായത് സെക്ഷൻ 70 പ്രകാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയോ രജിസ്ട്രാറോ അല്ലെങ്കിൽ ആർബിട്രേറ്ററോ അല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ടി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നു, അല്ലെ? രജിസ്ട്രാർ കൈമാറി കൊടുത്ത കേസ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയിലേക്കാണ് കൈമാറി കൊടുക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ തീരുമാനം, നിങ്ങൾ ഇത്രയൊന്നും പഠിക്കുന്ന കാര്യമില്ല, സെക്ഷൻ 70 പ്രകാരമുള്ള ഒരു അവാർഡോ ഡിസിഷനോ അല്ലെങ്കിൽ ഓർഡറിനോ എതിരെയായിരിക്കും നമ്മൾ സെക്ഷൻ 82 പ്രകാരം അപ്പീലും കൊണ്ട് പോവുക. അത് എപ്പോഴാണ് അപ്പീലും കൊണ്ട് പോകുന്നത്? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പീൽ മസ്റ്റ് ബി ഫയൽഡ് വിതിൻ 60 days കേട്ടോ, വിതിൻ 60 days.
60 ദിവസത്തിനുള്ളിലായിട്ട് കേട്ടോ മക്കളെ, ഓർത്ത് വെച്ചേക്കുക. 60 ദിവസത്തിനുള്ളിലായിട്ട് അപ്പീൽ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്യേണ്ട കാലാവധി എന്ന് പറഞ്ഞാൽ വിതിൻ 60 days ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. 60 ദിവസത്തിനുള്ളിലായിട്ട് വേണം നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്യാൻ. ഇനിയും അങ്ങനെ ഒരു അപ്പീൽ ട്രിബ്യൂണലിന്റെ മുൻപാകെ വന്നു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ എത്ര നാളുകൾക്കകമായിട്ട് വിധി പ്രഖ്യാപിക്കണം പറയുന്നുണ്ട്. ദ ട്രിബ്യൂണൽ മേ പാസ് ഓർഡർ ആസ് ഇറ്റ് സീംസ് ഇറ്റ് മസ്റ്റ് പാസ് ആൻ ഓർഡർ ഓൺ ദി അപ്പീൽ വിതിൻ 6 months കേട്ടോ. അപ്പം 60 ദിവസത്തിനകമായിട്ടായിരിക്കും നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ സമർപ്പിക്കുക. അങ്ങനെ ഒരു അപ്പീൽ ട്രിബ്യൂണലിന്റെ മുൻപാകെ വന്നു കഴിഞ്ഞാൽ അപ്പീൽ കിട്ടി 6 മാസത്തിനകമായിട്ട് കേട്ടോ, അപ്പീൽ കിട്ടി 6 മാസത്തിനകമായിട്ട് എന്ത് ചെയ്യണം, ട്രിബ്യൂണൽ ആ അപ്പീലിന് മേലെ വിധി പ്രഖ്യാപിക്കണം. ഓക്കെ, 6 മാസത്തിനകമായിട്ട് ട്രിബ്യൂണൽ ആ അപ്പീലിന്മേൽ വിധി പ്രഖ്യാപിക്കണം. അപ്പം ട്രിബ്യൂണൽ കൊടുക്കേണ്ടത് വിധി വന്ന് 60 ദിവസത്തിനകം. അങ്ങനെ ഒരു അപ്പീൽ ട്രിബ്യൂണലിന്റെ മുൻപായി കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ കിട്ടി 6 മാസത്തിനകമായിട്ട് ട്രിബ്യൂണൽ അതിന്മേൽ വിധി പ്രഖ്യാപിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. കഴിഞ്ഞിട്ടില്ല, നോക്കി. കോപ്പീസ് ഓഫ് ദ ട്രിബ്യൂണൽസ് ഓർഡർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പാർട്ടീസ് വിതിൻ 50 days. അങ്ങനെ വിധി പ്രഖ്യാപിച്ച് അല്ലെ, അപ്പീൽ കൊടുക്കേണ്ട കാലാവധി 60 ദിവസത്തിനകമായിട്ട് അപ്പീൽ കൊടുക്കണം. അങ്ങനെ ഒരു അപ്പീൽ ട്രിബ്യൂണലിന് മുൻപായി കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ കിട്ടി 6 മാസത്തിനകമായിട്ട് ട്രിബ്യൂണൽ അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം. കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വിധി അല്ലെ എന്ത് ചെയ്യണം, ഒരു ഓർഡർ ട്രിബ്യൂണൽ പാസ്സാക്കിയാൽ ഓർഡർ പാസ്സാക്കി 15 ദിവസത്തിനകം കേട്ടോ, ഓർഡർ പാസ്സാക്കി 15 ദിവസത്തിനകമായിട്ട് എന്ത് ചെയ്യണം, ട്രിബ്യൂണൽ ആ 2 പാർട്ടികളിലേക്കും ഓർഡറിന്റെ കോപ്പി അയച്ചിരിക്കണം. Copies of the tribunal's order must be communicated to the parties within 50 days. 15 ദിവസത്തിനകമായിട്ട് എന്ത് ചെയ്യണം, ആ ഓർഡറിന്റെ കോപ്പി ആ പാർട്ടികളിലേക്ക് എന്ത് ചെയ്യണം, ട്രിബ്യൂണൽ പാസ് ചെയ്ത് കൊടുക്കണം എന്ന് ഓർത്ത് വെച്ച്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ പറയുന്നുണ്ട് ആൻ ഓർഡർ പാസ് ട്രിബ്യൂണൽ അണ്ടർ ദിസ് സെക്ഷൻ ഈസ് ഫൈനൽ അല്ലേ, ട്രിബ്യൂണൽ പാസ്സാക്കുന്ന ഉത്തരവ് ഫൈനൽ ആയിരിക്കും എന്നും ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പം സെക്ഷൻ 81 പ്രകാരം ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്യുന്നു. അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് 60 ദിവസത്തിനകമായിരിക്കും. അങ്ങനെ ഒരു അപ്പീൽ ട്രിബ്യൂണലിന്റെ മുൻപാകെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ കിട്ടി 6 മാസത്തിനകമായിട്ട് ട്രിബ്യൂണൽ അതിന്മേൽ വിധി പ്രഖ്യാപിക്കണം. അങ്ങനെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിധി പ്രഖ്യാപിച്ച് 15 ദിവസത്തിനകമായിട്ട് 2 പാർട്ടികളിലേക്കും വിധി പകർപ്പ് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ഈ സെക്ഷൻ 70 പ്രകാരമുള്ള വിധികൾക്കെതിരെയാണ് ആരുടെ അടുത്ത് അപ്പീൽ പോകുന്നത്, ട്രിബ്യൂണലിന്റെ അടുത്ത് അപ്പീലിന് പോകുന്നത് അല്ലെ. സെക്ഷൻ 70 പ്രകാരമുള്ള ആ വിധിക്കെതിരെയാണ് നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകുന്നത്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറ്റ് അപ്പീലുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്ഷൻ 83 പറയാണ് അപ്പീൽ ടു അതർ അതോറിറ്റീസ് അല്ലെ, അപ്പീൽ ടു അതർ അതോറിറ്റീസ്, മറ്റ് അധികാരികളിലേക്കുള്ള അപ്പീൽ. ഓർത്ത് വെച്ചേക്കുക, മറ്റ് അധികാരികളിലേക്ക് കേട്ടോ, മറ്റ് അധികാരികളിലേക്ക് നമ്മൾ അപ്പീൽ കൊടുക്കും. ഇവിടെ മറ്റ് അധികാരികൾ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗവൺമെന്റും, ഓക്കെ, ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗവൺമെന്റും ഉണ്ടാകും, അതോടൊപ്പം RCS രജിസ്ട്രാറും ഉണ്ടാകും എന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് നോക്കാം. അതായത് ഗവൺമെന്റിലേക്ക് നമ്മൾ സെക്ഷൻ 70 വീണ്ടും ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, സെക്ഷൻ 70 പ്രകാരമുള്ള വിധിക്കെതിരെയാണ് ട്രിബ്യൂണലിന്റെ മുൻപാകെ നമ്മൾ അപ്പീൽ പോകുന്നത്. പക്ഷേ ഇനിയും സെക്ഷൻ 83 പ്രകാരം നമ്മൾ മറ്റ് അപ്പീൽ ടു അതർ അതോറിറ്റീസുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇപ്പൊ നോക്കിയ രജിസ്ട്രാർ റിഫ്യൂസൽ ടു രജിസ്റ്റർ എ സൊസൈറ്റി. അതായത് നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാറിന് സെക്ഷൻ 6 റൂൾ 3 പ്രകാരം ഒരു അപേക്ഷ കൊടുക്കുന്നു. സെക്ഷൻ 7 പ്രകാരം, സെക്ഷൻ 7ലാണ് രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം രജിസ്ട്രാർ നമ്മൾ നൽകിയിട്ടുള്ള അപേക്ഷ നിരസിക്കുന്നു. ഓക്കെ, സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം രജിസ്ട്രാർ നമ്മൾ കൊടുത്തിട്ടുള്ള അപേക്ഷ പുള്ളി അതങ്ങ് നിരസിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ റിജക്റ്റ് ചെയ്താൽ, സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, റിജക്ട് ചെയ്ത് 15 ദിവസമടക്കം നമ്മളെ അറിയിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റിജക്ട് ചെയ്താൽ അതിനെതിരെ നമുക്ക് അപ്പീലുമായിട്ട് സെക്ഷൻ 83 പ്രകാരമായിരിക്കും നമ്മൾ അതിനെതിരെ അപ്പീൽ സമർപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ?
അല്ലെ? രജിസ്ട്രാർ റിഫ്യൂസൽ ടു രജിസ്റ്റർ എ സൊസൈറ്റി, സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ രജിസ്ട്രാറിന് കൊടുത്തു, രജിസ്ട്രാർ ആ അപേക്ഷ നിരസിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ സെക്ഷൻ 83 പ്രകാരം നമ്മൾ അപ്പീലിന് പോകും. ഒന്നാമത്തെ കണ്ടീഷനാണ്. കണ്ടീഷൻ നമ്പർ 2, രജിസ്ട്രാർസ് റിഫ്യൂസൽ ടു രജിസ്റ്റർ ആൻഡ് അമെൻമെന്റ് ഓഫ് ദ ബൈലോ. നമ്മൾ ബൈലോ അമെൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെ, നമുക്കറിയാം ബൈലോ അമെൻമെന്റ് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ബൈലോ അമെൻമെന്റ് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് തരണം. ബൈലോ അമെൻമെന്റ് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് തന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇവിടെ പറയാണ് നമ്മൾ ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാറിന്റെ അടുത്ത് നമ്മൾ അപേക്ഷ കൊടുത്തു. ബൈലോ അമെൻമെന്റ്, ബൈലോ ഭേദഗതി, അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാറിന്റെ അടുത്ത് അപേക്ഷ കൊടുത്തു. പക്ഷെ പുള്ളി അത് നിരസിച്ചു കഴിഞ്ഞാൽ, അതാ പറയുക രജിസ്ട്രാർസ് റിഫ്യൂസൽ ടു രജിസ്റ്റർ ആൻഡ് അമെൻമെന്റ് ഓഫ് ദ ബൈലോ. നമ്മുടെ ബൈലോ അമെൻമെന്റിനുള്ള അപേക്ഷ രജിസ്ട്രാർ നിരസിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ സെക്ഷൻ 83 പ്രകാരമായിരിക്കും നമ്മൾ എന്തിനു പോകുന്നത്, അപ്പീൽ പോകുന്നത്. ഇനിയും പറയാം, സൊസൈറ്റി ഡിസിഷൻ ടു റെഫ്യൂസിങ് ഓർ എക്സ്പെല്ലിംഗ് എ മെമ്പർ. ഒരു വ്യക്തിയെ പുറത്താക്കാൻ തീരുമാനിച്ചു, എക്സ്പെൽ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ നമുക്ക് അതിനെതിരെ 83 പ്രകാരം അപ്പീലിന് കൊടുക്കാം എന്ന് ഓർത്ത് വെച്ചേക്ക്. ക്ലിയർ ആകുന്നുണ്ടോ? നമുക്ക് അതിനെതിരെ അപ്പീൽ പോകാം എന്ന് ഓർത്ത് വെച്ചേക്കുക. കഴിഞ്ഞിട്ടില്ല, രജിസ്ട്രാർസ് ഓർഡർ അപ്പോർഷനിങ് കോസ്റ്റ് ഓഫ് ആൻ ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. അതായത് നമുക്കറിയാം എന്താണ് ഇൻക്വയറി, സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി, സെക്ഷൻ 66 പ്രകാരമുള്ള സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്, അല്ലെ? ഇൻസ്പെക്ഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇൻസ്പെക്ഷനും ഇൻക്വയറി ഒക്കെ നടത്തിയപ്പം അതിന്റെ ചെലവ് രജിസ്ട്രാർ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? രജിസ്ട്രാർ എന്ത് ചെയ്യും, അപ്പോർഷൻ ചെയ്ത് കൊടുക്കും, വീതിച്ചു കൊടുക്കും. രജിസ്ട്രാർ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ രജിസ്ട്രാർ ഈ കോസ്റ്റ് അപ്പോർഷൻ ചെയ്തു അല്ലെങ്കിൽ വീതിച്ചു കൊടുത്തു, അതിന് സെക്ഷൻ 67 പ്രകാരമാണ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുക, അല്ലെ? കോസ്റ്റ് ഓഫ് എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഒക്കെ എന്ത് ചെയ്യും, ആൾക്കാർക്ക് എതിരെ വീതിച്ചു കൊടുക്കും. ക്രെഡിറ്ററിനെതിരെയും സംഘത്തിനെതിരെയും അഫിലിയേറ്റഡ് സംഘത്തിനൊക്കെ ഇടയിലായിട്ട് വീതിച്ചു കൊടുക്കും. അപ്പൊ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യും, അതിനെതിരെ നമുക്ക് അപ്പീൽ പോകാം. നമ്മൾ ആ കോസ്റ്റ് വിഭജനത്തിൽ എന്താണ് സംതൃപ്തനല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൃപ്തനാണെങ്കിൽ നമുക്ക് അതിനെതിരെ അപ്പീലിന് പോകാം. എവിടെയാണ് അപ്പീലിന് പോകുന്നത്, സെക്ഷൻ 83 പ്രകാരമാണ് നമ്മൾ അപ്പീലിന് പോകുന്നത്. പിന്നെ രജിസ്ട്രാറിന്റെ സർചാർജ് ഓർഡറിനെതിരെ, അല്ലേ? ഞാൻ സർചാർജ് സെക്ഷൻ 68 ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം സംഘത്തിന് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ആ വ്യക്തിയിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നും പറഞ്ഞ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറിനെയാണ് നമ്മൾ സർചാർജ് ഓർഡർ എന്ന് പറയുക. എന്താ പറഞ്ഞത്, അതായത് ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം, അത് സംഘത്തിലെ ജീവനക്കാരനായിക്കോട്ടെ, മുൻ ജീവനക്കാരനായിക്കോട്ടെ, കമ്മിറ്റിക്കാരനായിക്കോട്ടെ, മുൻ കമ്മിറ്റിക്കാരനായിക്കോട്ടെ, അംഗമായിക്കോട്ടെ, മുൻ അംഗമായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം സംഘത്തിന് എന്തെങ്കിലും ഒരു നഷ്ടം വന്നെങ്കിൽ ആ നഷ്ടം അവനിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നും പറഞ്ഞ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ് സർചാർജ് ഓർഡർ ആസ് പെർ സെക്ഷൻ 68. അപ്പൊ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീലിന് പോകാമേ. അപ്പീലിന് പോകാമേ എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. പിന്നെ പറയാണ് വൈൻഡിങ് അപ്പിനെതിരെ, രജിസ്ട്രാർസ് ഓർഡർ ഡയറക്ടിങ് ദ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. ഒരു സംഘം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി സെക്ഷൻ 71 പ്രകാരം രജിസ്ട്രാർ പറയാണ് സംഘം സമാപ്തീകരണം നടത്തൂ, സംഘം വൈൻഡ് അപ്പ് ചെയ്യൂ. അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ അതിനെതിരെയും സെക്ഷൻ 83 പ്രകാരം നമുക്ക് അപ്പീലിന് പോകാം. പിന്നെ പറയണ എനി ഓർഡർ മെയ്ഡ് വിത്ത് ലിക്വിഡേറ്റർ, അതായത് ലിക്വിഡേറ്ററിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സെക്ഷൻ 71 അതിനെ കുറിച്ച് പറയുന്നു, രജിസ്ട്രാർ വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുന്നു. സെക്ഷൻ 72 പ്രകാരം ഇങ്ങനെ വൈൻഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സമാപ്തീകരണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി രജിസ്ട്രാർ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു. സെക്ഷൻ 73 ലിക്വിഡേറ്ററിന്റെ ചില അധികാരങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ അങ്ങനെ സെക്ഷൻ 73 പ്രകാരമുള്ള ലിക്വിഡേറ്ററിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലിക്വിഡേറ്റർ എന്തെങ്കിലും ഓർഡറുകൾ ഇഷ്യൂ ചെയ്താൽ അല്ല എന്തെങ്കിലും തീരുമാനമെടുത്താൽ അതിനെതിരെ നമുക്ക് സെക്ഷൻ 83 പ്രകാരം അപ്പീലിന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക, അല്ലെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെയാണ് എനി ഓർഡർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 76 ഓർ ആൻ ഓർഡർ ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബൈ ദ രജിസ്ട്രാർ. അതായത് നമ്മൾ ഈ എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജും അതിന്റെ ഓർഡറുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്, 75, 76 പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇപ്പൊ 78 പ്രകാരമുള്ള അറ്റാച്ച്മെന്റ് ഓർഡർ, അല്ലേ? അങ്ങനെയുള്ള ഉത്തരവിനെതിരെ നമ്മൾ 83 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പീലിന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും പറയുന്നുണ്ട് എനി ഓർഡർ മെയ്ഡ് ബൈ എ പേഴ്സൺ എക്സർസൈസിങ് പവർ ഓഫ് ദ രജിസ്ട്രാർ. അതായത് രജിസ്ട്രാറിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉത്തരവുകളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് അപ്പീലിന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനെതിരെ നമുക്ക് സെക്ഷൻ 83 പ്രകാരമായിരിക്കും അപ്പീലിന് പോകുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, സിമ്പിൾ അല്ലേ? അത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇവിടെയും പറയുകയാണ്, നോക്കിയേ,
ആൻഡ് അപ്പീൽ മസ്റ്റ് ബി മെയ്ഡ് വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ഓർഡർ ഓർ ഡിസിഷൻ. ഇപ്പൊ ഇവിടെയും പറയുന്നുണ്ട് അങ്ങനെ ഒരു ഉത്തരവ് വന്ന് 60 ദിവസമാകും അവരുടെ ടൈം ലിമിറ്റ്. അപ്പീൽ മസ്റ്റ് ബി മെയ്ഡ് വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ഓർഡർ ഓർ ഡിസിഷൻ. ഇവിടെയും പറയുന്നുണ്ട് സെക്ഷൻ 83 പ്രകാരവും നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുന്നത് 60 ദിവസത്തിനുള്ളിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 83 പ്രകാരവും അപ്പീൽ ഫയൽ ചെയ്യുന്നത് 60 ദിവസത്തിനകമായിട്ടാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ പറയുന്നുണ്ട്, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു അപ്പീൽ ടു അതർ അതോറിറ്റി എന്നാണ് പഠിപ്പിച്ചത് ആണ്. അപ്പീൽ ടു അതർ അതോറിറ്റി. അപ്പൊ ഈ അതർ അതോറിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടും? ഞാൻ പറഞ്ഞു ഗവൺമെന്റും രജിസ്ട്രാറും ഉൾപ്പെടും. അപ്പൊ നമ്മൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള ആളുടെ അടുത്ത് അല്ലെ, അല്ലെങ്കിൽ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ അധികാരങ്ങൾ കൈയാളുന്ന വ്യക്തികളുടെ ഉത്തരവിനെതിരെ അപ്പീലിന് പോകുന്നത് രജിസ്ട്രാറിന്റെ അടുത്തും അല്ലെ, മെയിൻ രജിസ്ട്രാറിന്റെ അടുത്തായിരിക്കും നമ്മൾ അപ്പീലിന് പോകുന്നത്. ഞാൻ പറഞ്ഞുതരാം. സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാർമാരുണ്ടല്ലോ, അതായത് രജിസ്ട്രാറിന്റെ അധികാരങ്ങൾ കൈയാളുന്ന വ്യക്തികൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. രജിസ്ട്രാറിന്റെ അധികാരങ്ങൾ കൈമാറി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കപ്പെടുന്ന ആൾക്കാരുടെ വിധിക്കെതിരെ, ഉത്തരവിനെതിരെ, ഓർഡറിനെതിരെ നമ്മൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള അല്ലെങ്കിൽ മെയിൻ രജിസ്ട്രാറിന് മുൻപാകെ ആയിരിക്കും നമ്മൾ അപ്പീലിന് പോവുക. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്, ഇനി മെയിൻ രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കെതിരെ ഗവൺമെന്റിന്റെ അടുത്തായിരിക്കും അപ്പീലിന് പോവുക. അപ്പൊ അതൊന്നും അറിയാമല്ലോ, ഞാൻ വീണ്ടും പറയുന്നില്ല. സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാർമാരുടെ ഓർഡർ, ഡിസിഷൻ അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ എവിടെയാണ് അപ്പീലിന് പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ രജിസ്ട്രാറിന്റെ അടുത്ത്. ഈ മെയിൻ രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കെതിരെ അപ്പീലും കൊണ്ട് പോകുന്നത് ഗവൺമെന്റിന്റെ അടുത്താണെന്ന് ഓർത്ത് വെച്ചത്. അതായത് ഇവിടെ പറയുന്നത് ഇഫ് ദ ഒറിജിനൽ ഓർഡർ ഓർ ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ രജിസ്ട്രാർ ആണ് ഇവിടെ എന്ത് ചെയ്യുക, ഓർഡറും ഡിസിഷനും ഒക്കെ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഗവൺമെന്റിന്റെ അടുത്ത് അപ്പീലിന് പോകും. ഇനി മറ്റു കേസ്, അതായത് സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാർമാരൊക്കെ എടുക്കുന്ന എന്താ പറയുക, ഓർഡറിന് ഉത്തരവുകൾക്കൊക്കെ എതിരെയായിട്ട് നമ്മൾ മെയിൻ രജിസ്ട്രാറിന്റെ അടുത്തായിരിക്കും അപ്പീലിന് പോവുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ പറയുന്നുണ്ട് ദ റെലവന്റ് അതോറിറ്റി മേ പാസ് ദ ഓർഡർ ഓൺ ദ അപ്പീൽ ആസ് ദേ ഓർ ഹി തിങ്സ് ഫിറ്റ് അല്ലെ, അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിരിക്കണം എന്ന് പറയുക. പറയുന്നുണ്ട് വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവിടെ അപ്പീലിന്മേൽ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പീലിന്മേൽ തീരുമാനം കൈക്കൊള്ളണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ 3 പരീക്ഷകളല്ലേ, 3 പരീക്ഷകളല്ല, അതായത് 3 പരീക്ഷകൾ പ്രധാനപ്പെട്ട CSEB പരീക്ഷ വരുന്നുണ്ട്. അതോടൊപ്പം എന്താണ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള JCയുടെ പരീക്ഷ വരുന്നുണ്ട്. KS കാർഡ് ബാങ്കിന്റെ പരീക്ഷ വരുന്നുണ്ട് അല്ലെ. 2 BSc പിന്നെ CSEB എക്സാംസുകൾ. CSEBക്ക് ഒരുപാട് എക്സാംസുകളാണ്. പണ്ടൊക്കെ ഒറ്റ എക്സാം ഒക്കെ ഉള്ളത്, ജൂനിയർ ക്ലർക്കിന് ഒറ്റ എക്സാം ആണെങ്കിൽ ഇപ്പം ഗ്രേഡ് തിരിച്ചും റീജിയൻ തിരിച്ചും ഒരുപാട് പരീക്ഷകളൊക്കെയാണ് ഇപ്പം നമുക്ക് ഉള്ളതല്ലേ. അപ്പം ശരിക്കൊന്ന് പഠിക്കുകയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, ശരിക്ക് നമ്മൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നമുക്ക് കടന്നുകൂടാം. പ്രോപ്പറായിട്ട് പഠിച്ചാൽ മതി, വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമില്ല. ചിട്ടയോടെ പഠിക്കണമെന്നേ ഉള്ളൂ. ഓടി വന്നിട്ട് ചുമ്മാ വായിച്ച് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. കാര്യങ്ങൾ വളരെ ചിട്ടയോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന പരീക്ഷകളേ ഉള്ളൂ ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 കൂടെ കോഴ്സുകൾ അല്ലേ, 3 പരീക്ഷകൾക്ക് നമുക്ക് ഒറ്റ കോഴ്സ് പഠിച്ചാലോ, അത് എളുപ്പമുള്ള കാര്യം. ഒറ്റ കോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ 3 പരീക്ഷയെ പഠിക്കാം. അപ്പോൾ നമുക്ക് ഏതിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ 3-ലും കിട്ടാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പരീക്ഷ തന്നെ, ഇപ്പോൾ CSEB ആയിക്കോട്ടെ, ഇഷ്ടംപോലെ പരീക്ഷയിലേ വരിക, അതിൽ ഏതിലെങ്കിലും നമുക്കൊന്ന് സക്സസ് ആവാം. സോ ഇവിടെ നമ്മൾ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. 3 പരീക്ഷകൾക്കും കൂടെ ഒറ്റ കോഴ്സായിട്ട് ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നതാണ്. വളരെ കുറഞ്ഞ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ കോഴ്സ് ഇവിടെ ലഭ്യമാകുന്നതാണ്. നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസുകൾ, ഇതൊക്കെ സ്റ്റുഡിയോ റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ആണ്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് കണ്ടല്ലോ, നമ്മളിപ്പോൾ എടുത്ത പോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത്, സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആപ്പിലുണ്ട്. ആപ്പിലും ആയിരിക്കും ക്ലാസ്. ഈ കംപ്ലീറ്റ് സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്, നമ്മൾ നമ്മുടെ ആപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നമ്മൾ ആപ്പ് ക്ലാസ് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്താണ്, ഒരു ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതായത് നിങ്ങളുടെ റെക്കോർഡർ ക്ലാസ്സസ് കാണാൻ പറയും. അതിൻ്റെ തനത് ലൈവ് ക്ലാസ്സസ് നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ PDF ആയിട്ട് തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ആപ്പിൽ കൂടെ തന്നെ ലഭ്യമാകുന്നതായിരിക്കും. പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ മെന്റർഷിപ്പ് അസിസ്റ്റൻസ്, നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം തന്നെ, അതായത് നിങ്ങൾക്ക് മെന്റേഴ്സിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ റെക്കോർഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രോപ്പർ സിലബസ് വൈസ് ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ്. സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പിൽ. പിന്നെ ഓരോ ടോപ്പിക് വൈസ് എക്സാംസുകൾ, വീക്ക്ലി എക്സാംസുകൾ, മന്ത്ലി എക്സാംസുകൾ, ഒരുപാട് മോഡൽ എക്സാംസുകൾ, അങ്ങനെ ഒരുപാട് എക്സാംസുകളുടെ ഒരു കിറ്റും നമ്മളിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി 9778285055 9072750559 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് താഴെ നമ്മൾ ഗൂഗിൾ ഫോംസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വിജയിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഫ്രണ്ട്സൊക്കെ ഇല്ലേ, അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. കാരണം നമ്മൾ ഡെയിലി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്